നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പേരിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ 18 വയസ്സിൽ താഴെ അല്ലെങ്കിൽ ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ പേരിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരുന്നതനുസരിച്ച് ആ ഒരു ഫണ്ടും അവരുടെ ഒപ്പം തന്നെ വളർന്ന് കോമ്പൗണ്ടിങ്ങിലൂടെ അവർ വലുതാകുന്ന സമയത്ത് അവർക്ക് നല്ലൊരു വെൽത്ത് അവരുടെ ഒപ്പം ഉണ്ടാവും. അത് അവർക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരുടെ പേരിൽ ഒരു മൈനർ അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ ഓൾറെഡി സെറോദയുടെ മൈനർ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ആക്കാമെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയി നിങ്ങൾ ആദ്യമേ തന്നെ സെറോദയുടെ നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ ഒരു മൈനർ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൈനർ അക്കൗണ്ട് സക്സസ്ഫുൾ ആയിട്ട് ഓപ്പൺ ആയി കഴിയുമ്പം ആക്റ്റീവ് ആയി കഴിയുമ്പോഴത്തേനും കോയിൻ ബൈ സെറോദ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ വന്ന് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ കോയിൻ ബൈ സെറോദ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോഴത്തേന് സെറോദയുടെ മൈനർ അക്കൗണ്ടിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് കോയിൻ ബൈ സെറോദ എന്ന് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നിച്ച് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് SIP ആയിട്ട് നമുക്ക് മന്ത്ലി സാധാരണ SIP ചെയ്യുന്ന രീതിയിൽ മന്ത്ലി എമൗണ്ട് ബാങ്കിൽ നിന്ന് കട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ഒന്നിച്ച് എങ്ങനെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഇവിടെ വന്ന് നിങ്ങൾക്ക് ഫണ്ട് സെർച്ച് ചെയ്യുക. ഫണ്ട് ഡിസ്കവറി പോയി ഫണ്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരുപാട് ഫണ്ട് കിട്ടും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫണ്ട് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ഫണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ബൈ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുക. ബൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളോട് എമൗണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്ര എമൗണ്ട് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നിച്ച് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം UPI അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ, എക്സ്റ്റേണൽ UPI ആപ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പേയ്മെൻറ്റ് നമ്മൾ മൈനർ അക്കൗണ്ടിൻ്റെ അതായത് നമ്മൾ സെറോദയുടെ മൈനർ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് മൈനർ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒന്നിച്ച് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. ഫണ്ട് സെർച്ച് ചെയ്ത് ഫണ്ടിൻ്റെ അകത്ത് നേരിട്ട് എമൗണ്ട് ഇടാം. മൈനർ അക്കൗണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ SIP ആയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആദ്യമേ തന്നെ ഒരു മാൻഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യമേ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ്സിൽ മാൻഡേറ്റ്സ്, അതിനുശേഷം ന്യൂ മാൻഡേറ്റ്സ്, അതിനുശേഷം ഇവിടെ മാൻഡേറ്റിൻ്റെ പേര് അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ഇത് രണ്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്കത് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു ടിക്ക് മാർക്ക് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ, ഡെബിറ്റ് കാർഡിൻ്റെ പിന്ന്, എക്സ്പയറി ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് അത് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു OTP വരും. ആ ഒരു OTP ഒന്ന് പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേനും സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ മാൻഡേറ്റ് വെരിഫൈ ആയിട്ടുണ്ട്. അപ്പം അത് 2-3 ദിവസം എടുക്കും കംപ്ലീറ്റ് ആയിട്ട് മാൻഡേറ്റ് ആക്ടിവേറ്റ് ആകുന്നതിന് വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1-2 ദിവസം കഴിയുമ്പോഴത്തേനും അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ആക്ടിവേറ്റ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അക്കൗണ്ട്സിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മാൻഡേറ്റ്സ് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആഡ് ചെയ്ത മാൻഡേറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഫണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്കവറിൽ പോയി അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫണ്ട് കിട്ടിയതിന് ശേഷം SIP എന്ന് പറഞ്ഞ മെത്തേഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ മാൻഡേറ്റ് നമ്മൾ ഇപ്പോൾ ആക്ടിവേറ്റ് ആക്കിയ മാൻഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ആണെങ്കിൽ മന്ത്ലി, വീക്കിലി ആണെങ്കിൽ വീക്കിലി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മന്ത്ലി കട്ട് ചെയ്യണമെങ്കിൽ മന്ത്ലി കട്ട് ചെയ്യാം, വീക്കിലി ആണെങ്കിൽ വീക്കിലി കട്ട് ചെയ്യാം. എത്ര എമൗണ്ടാണ് ഇവിടെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇൻക്രിമെൻറ്റ് ഓട്ടോ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഇടുന്ന എമൗണ്ടിനേക്കാളും ഓട്ടോമാറ്റിക്കായിട്ട് 10% അല്ലെങ്കിൽ 20% കൂടുതലായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ ക്രിയേറ്റ് SIP എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേന് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ SIP ഓരോ മാസവും മൈനറിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നിന്ന് കട്ടായിക്കൊണ്ടിരിക്കും. അവരുടെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ പൊതുവായിട്ട് വരുന്ന 1-2 ഡൗട്ട്സ് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മൈനറിൻ്റെ സെറോദയായിട്ട് കണക്ട് ചെയ്ത് മൈനർ ബാങ്ക് അക്കൗണ്ട്, അതായത് നമ്മൾ സെറോദയിൽ മൈനർ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഏത് മൈനറിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടാണ് അവിടെ കൊടുക്കുന്നത് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തത്, നമ്മൾ മ്യൂച്വൽ ഫണ്ട് വിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ ആ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആ ഫണ്ട് വരുന്നതും ആ മൈനറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും വരുന്നത്.
ഇനി എന്താണ് ചെയ്യേണ്ടത്? മൈനർ 18 വയസ്സ് എത്തുന്ന സമയത്ത് നമുക്കത് കൺവേർട്ട് ചെയ്ത് ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കുക. സാധാരണ നമ്മുടെ സെറോദയുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഇൻഡിവിജ്വൽ മേജർ അക്കൗണ്ട് പോലെ തന്നെ അത് വർക്കാകാൻ തുടങ്ങും. അപ്പം പുതിയ അക്കൗണ്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു കൺവേർഷൻ ഫോം ഉണ്ട്, അത് നിറച്ചു കൊടുത്താൽ മതി, അത് കൺവേർട്ട് ആയിക്കോളും. അപ്പം ഇനി നമുക്ക് ആരാണ് ഇതിനിടയ്ക്ക് ഇത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനറായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് എടുത്ത് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് വിറ്റ് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടത് അത് പേരൻ്റാണ്, ഗാർഡിയനാണ് ആ ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം 1-2 ആൾക്കാർ കൃത്യമായിട്ട് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഡൗട്ട്സിന് ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ എല്ലാവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ വീഡിയോ തന്നെ ചെയ്തിട്ടേക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനാണെങ്കിലും സെറോദയുടെ മൈനർ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ളതും വീഡിയോ താഴെയുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളുടെ പേരിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവർക്ക് ഫ്യൂച്ചറിലേക്ക് അവർ വളരുന്നതനുസരിച്ച് നമുക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാം. ആ ഗിഫ്റ്റ് ഇന്നലെ നാളെ അത് തീർന്നു പോകും, അത് ഗ്രോ ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവരുടെ പേരിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഓക്കെ, താങ്ക് യു.